എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കല്ലേ? ഓണമൊക്കെ ഇങ്ങ് വന്നില്ലേ? ഓണത്തിന് എല്ലാവരും ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയോ? നമുക്ക് ഇന്ന് എവിടെ കുറച്ച് കായുപ്പേരി ഉണ്ടാക്കാം. അപ്പോൾ ഒന്ന് കാണാമല്ലോ. അത് കുറച്ച് കായ എടുത്ത് ഞാനതിനെ ക്ലീൻ ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി കഴുകി ഉരച്ച് ഒക്കെ എടുക്കും. കായ നമ്മൾ തൊലി കളഞ്ഞ കായ ഉരച്ച് കഴുകി എടുക്കുവാണ്. അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചവർപ്പ് പോലെ പുറത്തുണ്ടാകത്തില്ലേ, അപ്പോൾ ആ ഉപ്പേരിക്കൊരു ടേസ്റ്റിനൊക്കെ ഒരു വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അത് കാരണം ഞങ്ങൾ എടുക്കുന്നത് ഇങ്ങനെയാണ്. പൊളിച്ച് കഴിഞ്ഞിട്ട് നല്ല പുതിയൊരു ചകിരി എടുത്തിട്ട് നന്നായിട്ട് അതിനെ തേച്ചൊരച്ച് കഴുകി അതിൻ്റെ ആ പുറത്തെ ഒരു ഇങ്ങനെ തൊലി കളയുമ്പോൾ ഒരു ചവർപ്പ് പോലത്തെ സാധനം ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കും. ഇതെല്ലാം അങ്ങനെ തേച്ച് ഉരച്ച് വെച്ചേക്കാണ്. ഇതിനെ നമുക്കിനി കഴുകി ക്ലീൻ ചെയ്ത് ഒന്ന് എടുത്ത് വയ്ക്കണം. അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് വാർന്ന് കഴിയുമ്പോഴത്തേക്ക് അരിഞ്ഞെണ്ണയിലേക്ക് ഇടാം. നന്നായിട്ടിത് തേച്ച് ഉരച്ച് നമ്മൾ ചകിരി കൊണ്ട് ഉരച്ച് കളഞ്ഞത് കാരണം അതിൻ്റെ പുറത്തെ ആ ഇങ്ങനെ തൊലി കൂടി നിൽക്കുന്നതൊക്കെ പോയിട്ടുണ്ട്. തൊലി പൊളിച്ച് കളഞ്ഞ് ബാക്കി ആ ഒരുന്നെ അറിയാം നല്ല വിഴുമഴാന്ന് പറഞ്ഞ് ഇരിക്കുകയല്ല. വെച്ചിട്ടുണ്ട്. ഈ ചെറിയ പാനിനകത്ത് അരി കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ അത് കാരണം ഇതിലാണ് വറക്കുന്നത്. ചൂടായി വന്നിട്ടുണ്ട്. എണ്ണ ഒഴിക്കാം. ഇപ്പോഴൊക്കെ വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയായത് കാരണം നമ്മൾ ഉപ്പേരിയൊക്കെ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കുമോ എന്നൊക്കെ പറയാൻ പറ്റില്ല. കാരണം നല്ല എണ്ണയിലൊക്കെയാണോ ഉണ്ടാക്കണതെന്നൊക്കെ അറിയാം. ഇത് നമ്മൾ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്ന എണ്ണയാണ്. എണ്ണ ഒന്ന് ചൂടായി വരട്ടെ, അപ്പോഴേക്കും നമുക്കിടാം. കുട്ടന്മാരെല്ലാം കുളിച്ച് സുന്ദരന്മാരായിട്ടിതായിരിക്കുന്നുണ്ട്. നമുക്ക് ഇവന്മാരെ ഓരോരുത്തരെയായിട്ട് എണ്ണയിലിട്ട് വറുത്തെടുക്കാം. കുറച്ച് ഇതിലേക്ക് ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി കലക്കിയതാണ്. ആ കായ്ക്ക് നിറവും ഉപ്പും ഒക്കെ കിട്ടണ്ടേ, അതിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക്